ഗൈസ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വീക്കെൻഡ്. ഹേ ഗൈസ്, ഒന്ന് നാട്ടിൽ പോയിട്ട് വരാം കേട്ടോ. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റാണ്. അപ്പോൾ അത് കൂടാൻ വേണ്ടി പോകുന്ന പോക്കാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ട്രെയിനൊക്കെ കയറി ഒരു 9:30-10 മണിയായപ്പോൾ കോഴിക്കോടെത്തി. വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയതേ ഓർമ്മയുള്ളൂ. രാവിലെ പെട്ടെന്നായി. അങ്ങനെ രാവിലെ അച്ഛൻ്റെ കൂടെ ആട്ടോ ഞാൻ പോയത്. അച്ഛൻ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ കൂടെ പോയി കാരന്തൂർ ഇറങ്ങി അങ്ങനെ ഹാളിലെത്തി. ഗായ്സ്, അങ്ങനെ വീക്കെൻഡ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടോ കണ്ടപ്പോൾ. കാരണം ഞങ്ങൾ എപ്പോഴും ഫോൺ വിളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു കല്യാണത്തിൻ്റെ ഒരു മാറ്റർ. എന്താ മോളെ കെട്ടണ്ടേ, ഇങ്ങനെ ഇരുന്നാൽ മതി, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ടീംസായിരുന്നു. അങ്ങനെ ഒരാൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് കത്ത പോസ്റ്റായിരുന്നു. കാരണം ഞങ്ങളൊരു 5ാം ക്ലാസ് മുതലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം വേറെ അങ്ങനെ ഫ്രണ്ട്സായിട്ട് അധികം വരുന്ന എല്ലാവരും അവരവരെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോയി. ഇപ്പോൾ ഇവളും ഞാനും അത്ര എന്തോ ഒരു വല കുടിയന്മാരിങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാനവിടെ പോസ്റ്റ് ആയിരുന്നു. പിന്നെ അവളെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നല്ല വൈബ് ടീമായിരുന്നു. പിന്നെ വീക്കെയും ചേട്ടനും കൂടി സംസാരിക്കുന്ന കുറച്ചൊക്കെ വീഡിയോയിൽ ഇങ്ങനെ എടുത്ത് പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫുഡിൻ്റെ ടൈമായത് ഗൈസ്. അങ്ങനെ ഫുഡിൻ്റെ ടൈമായപ്പം ഫസ്റ്റ് സെക്ഷനിൽ ചാടി കയറി ഇരുന്നില്ല. ഞാനും അവളെ ഫ്രണ്ട്സും കുറച്ച് മാറി നിന്ന് അവരൊക്കെ ഇരിക്കട്ടെ അടുപ്പയിൽ ഇരിക്കുക എന്നുള്ളതിൽ നിന്ന് പിന്നെ എനിക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒന്നും നോക്കില്ല. 2ാമത്തെ ട്രിപ്പിൽ കയറിയിരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു, ഒന്നും പറയാല്ല, രക്ഷയില്ല, അടിപൊളി. അങ്ങനെ പിന്നെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് നമ്മുടെ തുറയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ഷൂട്ടുണ്ടായിരുന്നു. അപ്പം വരുന്നോ ചോദിച്ചോ ഒന്നും നോക്കില്ല, ചാടി കയറി വണ്ടിയിൽ കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ബട്ട് മഴ ചതിച്ചു. പക്ഷേ മഴ എന്ന് പറയുന്നത് നല്ലതിനാണല്ലോ. അതുകൊണ്ട് മഴയെ ഞങ്ങൾ കാര്യമാക്കില്ല. ഷൂട്ടൊക്കെ അങ്ങോട്ട് പുരോഗമിച്ചു. അടിപൊളിയായിരുന്നു. ഷൂട്ടൊന്നും മഴയൊന്നും ഷൂട്ടിനെ ബാധിച്ചില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ റിട്ടേൺ പോകുമ്പോൾ ഞങ്ങൾ കാറിലിങ്ങനെ ചുമ്മാ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വീട്ടിൽ എങ്ങനെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് ഇനി ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ നെക്സ്റ്റ് യൂ എന്ന് പറയുമ്പോൾ ഞാൻ അതെ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ റിട്ടേൺ പോകുമ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയും മോളും ഉണ്ടായിരുന്നു, നന്നുവെച്ച്. അങ്ങനെ ഞങ്ങൾ 3 കൂടി വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടിൽ അമ്മേൻ്റെ അനിയത്തിമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ അടിപ്പാടിയും കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് അങ്ങനെ പോവാം. നന്നുവിൻ്റെ വൈബിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് പാട്ട്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള എൻഗേജ്മെൻറ്റ് വീഡിയോ. അപ്പോൾ ബൈ. ഞാൻ അവരുടെ ഫോട്ടോസ് വേണമെങ്കിൽ ലാസ്റ്റ് ടൈം കൊടുക്കാം കേട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ.